ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 24ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിവരാവകാശ കമ്മീഷൻ. ഉറപ്പായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഉറപ്പായും ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. എക്സാമിന് നമുക്ക് ഇനി അധികം ദിവസമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്യണം. ഏകദേശമൊക്കെ കവർ ചെയ്ത് വരുന്നു. അതിനുശേഷം നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോരുന്നു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ദിവസവും ക്ലാസ്സുകൾ ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം PDF നോട്ട് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വിവരാവകാശ നിയമം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമത്തിനെയാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. അടുത്ത പോയിന്റ്, അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമങ്ങൾ എന്തിനാണ് നിലവിൽ വന്നത്? അഴിമതി നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് വിവരാവകാശ നിയമം പാസാക്കിയത്. 3 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. എന്താണ് വിവരാവകാശ നിയമം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്നും പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അടുത്തത് നോക്കാം. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. 1997 പാസ്സാക്കിയത്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട്. 1997. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അഴിമതി ഇല്ലാതാക്കുക. ഇതാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത്, ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഉത്തരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. ഓക്കെ, അടുത്തത്, മസ്തൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. ഉത്തരം അരുണ റോയി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്.
മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അരുണ റോയി. അടുത്ത ചോദ്യം, അരുണ റോയി മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം? രാജസ്ഥാൻ. അരുണ റോയി മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പാർലമെന്റ് എന്നാണ് പാസാക്കിയത്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയത് 2005 ജൂൺ 15നും ഈ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12നുമാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമം പാസ്സാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം? 6. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6, വകുപ്പുകളുടെ എണ്ണം 31, ഷെഡ്യൂളുകളുടെ എണ്ണം 2. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6, വകുപ്പുകളുടെ എണ്ണം 31, ഷെഡ്യൂളുകളുടെ എണ്ണം 2. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a) പ്രകാരമാണ്. വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a) പ്രകാരം. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉത്തരം. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഈ അനുച്ഛേദ പ്രകാരം വരുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നത് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഉത്തരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഈ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്തത്, അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. അപേക്ഷ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് സമർപ്പിച്ചതെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ്, ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചാലും ഇങ്ങനെയുള്ള പോയിന്റുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു അപേക്ഷയിലൂടെ നമുക്ക് ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അഥവാ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അഥവാ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം എത്രയാണ്? 10 രൂപ. അടുത്ത പോയിന്റ്, വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതികൾ. ഒന്നെങ്ങനെയാണ്? കോർട്ട് ഫീ സ്റ്റാമ്പ് മുഖേന ഗവൺമെന്റ് ട്രഷറിയിലൂടെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി, അതുമല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്ക് ചെക്ക് മുഖേന, അതുമല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ മുഖേന. ഈ 4 പോയിന്റുകളും പഠിച്ചിരിക്കുക. വിവരാവകാശത്തിൻ്റെ ഫീസ് നമ്മൾ 4 രീതിയിൽ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. ഒന്ന്, കോർട്ട് ഫീ സ്റ്റാമ്പ് മുഖേന ഗവൺമെൻറ് ട്രഷറിയിലൂടെ നമുക്ക് അയക്കാം.
അതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയോ ഓഫീസിലെ നിർദ്ദിഷ്ട റെസീപ്റ്റ് വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. അതുമല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്ക് ചെക്ക് മുഖേനയോ നമുക്ക് ഫീസ് അടയ്ക്കാം. അതുമല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ മുഖേന നമുക്ക് വിവരാവകാശ ഫീസ് അടയ്ക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത് ഏത് വിഭാഗത്തിനാണ്? ഉത്തരം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത്. ഏതിനാണ് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടാത്ത വിഭാഗക്കാർ ആരാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, BPL കാർഡിലുള്ളവർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടതായിട്ടില്ലാത്ത ആളുകൾ. ഇനി ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെയും ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അടുത്ത പോയിന്റ്, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപയാണ്. പരമാവധി പിഴയെന്ന് പറയുന്നത് 25,000 രൂപയാണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ. പരമാവധി പിഴയെന്ന് പറയുന്നത് 25,000 രൂപയാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ ഭേദഗതി നിയമം 2019. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വിവരാവകാശ ഭേദഗതി നിയമം 2019 അറിഞ്ഞിരിക്കുക. ഉറപ്പായും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ഇതിൽ നോക്കാം, വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2019 ജൂലൈ 19 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2019 ജൂലൈ 19 ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജിതേന്ദ്ര സിംഗ്. ലോക്സഭയിൽ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതാരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. അടുത്ത പോയിന്റ്, ലോക്സഭ ഇത് പാസ്സാക്കിയത് 2019 ജൂലൈ 22 ലോക്സഭ ഇത് പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 1 വിവരാവകാശ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 2019 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് പാസ്സായത്. ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് 2019 ജൂലൈ 19 അതുപോലെ തന്നെ ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഈ വിവരാവകാശ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചത്. എന്നാണ് ഒപ്പുവെച്ചത്? 2019 ഓഗസ്റ്റ് 1 അടുത്തത് 2019 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൂൾസ് പ്രകാരം, RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമായി ചുരുക്കി. ഇതിനു മുമ്പ് 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 വയസ്സെന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാക്കി ചുരുക്കുകയുണ്ടായി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എങ്ങനെയാണ് അറിയപ്പെടുന്നത്?
പേഴ്സണൽ അഥവാ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്നാണ്. വിവരാവകാശ നിയമം 2005 ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? വകുപ്പ് 12 പ്രകാരം. വിവരാവകാശ നിയമം 2005 ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? വകുപ്പ് 12 പ്രകാരം. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? CIC ഭവൻ, ന്യൂഡൽഹി. മുമ്പ് ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. മുമ്പ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11 കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 11. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതാരാണ്? പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റിന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. പ്രസിഡന്റിന് മുൻപാകെ തന്നെയാണ് ഇവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? പ്രസിഡന്റിനാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമായിരിക്കും നീക്കം ചെയ്യുന്നത്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതി ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും കമ്മീഷണറെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതി പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആവരുത് എന്നതുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാര്യത്തിൽ? മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും, അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ വ്യക്തിയോ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തികളോ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂള്, 1-ാം ഷെഡ്യൂള് നമ്മൾ പഠിച്ചു. വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂളുകളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതിൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ ഏതാണ്? 1-ാം ഷെഡ്യൂളാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ്? തെളിയിക്കപ്പെട്ട ദുർപ്രവൃത്തി, അതുപോലെ തന്നെ അപ്രാപ്തി എന്നിവയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നമ്മൾ വിവരാവകാശ നിയമം എന്താണെന്ന് പഠിച്ചു, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്താണെന്ന് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്താണെന്നാണ്. നമുക്ക് നോക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതി ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. നമ്മൾ നേരത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതി പഠിച്ചു. ഇത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയാണ്. അതിൽ ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 11. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആർക്ക് മുന്നിലാണ്? ഗവർണർക്ക് മുമ്പാകെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുന്നിലാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ആരുടെ ഉപദേശപ്രകാരമാണ്? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം. അടുത്ത പോയിന്റ്, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റുകൾക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവരാവകാശ നിയമം എന്താണെന്നും വിവരാവകാശ കമ്മീഷൻ എന്താണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019, ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.